ഹായ് മക്കളെ, അങ്ങനെ SSLCയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ മക്കളെയും ആദ്യം തന്നെ മിസ്സിത വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് ഇയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. SSLC അല്ലേ. ഇതുവരെ സ്കൂൾ തലത്തിൽ മാത്രമായിരുന്നു നമ്മൾ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, നമ്മളൊരു പബ്ലിക് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ SSLCയിലേക്ക് എത്തുന്ന സമയത്ത് SSLCയിലെ സിലബസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ടൊന്നും എന്തായാലും ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ പറഞ്ഞ് നിങ്ങളെ തളർത്താൻ നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ടാവും. ആദ്യം തന്നെ മിസ്സിന് പറയാനുള്ളത്, ഇങ്ങനെ പറയുന്നവരോടൊന്നും തന്നെ നിങ്ങൾ ഒരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല. അവർ മേ ബി പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആവാം. അവർക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ന് ഹാർഡ് വർക്ക് ചെയ്തത് മതിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പഠിച്ച രീതികൾ തെറ്റായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിച്ചവരാണ് തീർച്ചയായിട്ടും നിങ്ങളോട് വന്ന് നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ കൂടെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു സേഫ് ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൽ ഈ ലോകത്ത് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഒരർത്ഥത്തിലും താല്പര്യമില്ലാത്തൊരു കുട്ടിയാണെന്നിരിക്കട്ടെ, പക്ഷേ ഇനി വരുന്ന ഒരു 21 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡെയിലി ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെറുതെ ഒന്ന് ബുക്ക് തുറന്നിരുന്ന് കഴിഞ്ഞാൽ വിത്തിൻ 20 days ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണല്ലേ. അത്രയും സമയം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസം പോയിട്ട് പ്രഡിക്ഷൻ വീഡിയോസ് മാത്രം കണ്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. കാരണം SSLCയുടെ പാറ്റേൺ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്കും SSLCയിൽ A+ നേടാൻ സാധിക്കില്ല. അതിനെന്താ നമുക്ക് വേണ്ടത്? കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. അതെവിടുന്നാ കിട്ടുക? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ്സസ് കേൾക്കണം. അതെവിടെ കിട്ടുക? വേറെ എവിടെയുമല്ല, നമ്മുടെ അസ്ത്ര ബാച്ചിൽ. ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ, ഏറ്റവും കോൺഫിഡൻസോട് കൂടി തന്നെ മിസ് നിങ്ങളോട് പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസുമായിട്ടാണ് അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്നത്. അസ്ത്ര ബാച്ചിൽ ഇത് മാത്രമല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. ഇൻസ്റ്റാ ലേണിംഗ് ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, മോഡൽ എക്സാംസ് ഉണ്ട്, PYQ ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് അസ്ത്ര ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് അസ്ത്ര ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ഫീച്ചേഴ്സിന് വേണ്ടി പല പല സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികളെ ചെയ്യുന്നത്, നിങ്ങൾ SSLCയിൽ ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അസ്ത്ര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ബേസിക്സിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ലഭിക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ 1-2 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ക്ലാസ്സസ് കണ്ട് തൃപ്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് വരാവുന്നതാണ്. സോ എല്ലാവരും നിങ്ങൾ ഒരു മികച്ച തീരുമാനം തന്നെ എടുക്കുമെന്ന് മിസ് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും കാത്ത് അസ്ത്ര ബാച്ചിൽ ഞാനുണ്ടാകും. നമുക്ക് ഒന്നിച്ച് പഠിച്ച് A+ നേടാം.